ഗായ്സ് ഗായ്സ് അപ്പൊ അതെ നമ്മ രാവിലെ എണീറ്റ് ഇപ്പൊ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് വേണ്ടി പോയാണ്. അപ്പൊ അവന്മാരൊക്കെ അവിടെ റെഡി ആവണുള്ളൂ. അപ്പൊ ചായ കുടിക്കാൻ പോണ സമയത്ത് കാണാം. ഓക്കെ ഗായ്സ് ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. ഓടടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്. ഗായ്സ് ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഇതിനു മുമ്പത്തെ 2 പാർട്ട് ഉണ്ട്. അപ്പൊ അതും കൂടി കണ്ടിട്ട് ഈ വീഡിയോ കാണാം. പിന്നെ മൂന്നാർ ഞാൻ പോയിട്ടുണ്ട് ടൂർ. അപ്പൊ മൂന്നാറിന്റെ വീഡിയോ കിടപ്പുണ്ട്, അതും വേണി കാണാം. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ചാനലിൽ കയറി. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഒരാളോട് ഇരിപ്പുണ്ട്, ഒരാൾ തേക്കണ്, 3 പേര് വിടാം. ഓക്കെ ചായ കുടിക്കണത് അനുസരിച്ച് കാണാം. ഓക്കെ അപ്പൊ അമ്മ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ചായ കുടിക്കുന്ന രീതിയിലേക്കാണ്. ഗായ്സ് പിന്നെ ഇതിന് എത്ര ബഡ്ജറ്റായി, ഫുൾ എത്ര ബഡ്ജറ്റായി, സ്റ്റേ എല്ലാം കൂടി എത്രയെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ ഒന്നിൽ കമന്റ് അടിച്ചാൽ മതി എനിക്ക്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ടുതരും. ഓക്കെ ഗായ്സ് ഒരു കാര്യം വിട്ടുവിട്ട് ഗായ്സ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഇപ്പൊ ടൈം 7:15 കണ്ടുമായിട്ടാ ഗായ്സ്. അപ്പൊ ക്ലൈമറ്റ് ഒരു രക്ഷയിലിട്ട ഗായ്സ്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ രാത്രിയാണ് ഇത്തിരി കൂടി തണുപ്പ്, രാവിലെയും തണുപ്പുണ്ട്. രാവിലെ ഒരു 7 മണി to 10 മണി വരെ നല്ല തണുപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് കുറയും, ഉച്ചക്ക് ഒരു വെയിലൊക്കെ ചെറുതായിട്ട് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ നല്ല തണുപ്പാവട്ടെ ഗായ്സ്. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യും. ചെറുതായിട്ട് മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചാർണ പോലെയാണ് മഴ പെയ്യുന്നത്. ഭയങ്കര ശക്തിയായിട്ട് മഴ പെയ്യൂല, അത് ഇടക്ക് മാത്രമേ പെയ്യുള്ളൂ. ഒരു മിക്ക ടൈമിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും. മേളിലേക്കൊക്കെ നല്ല കോടിറങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ് എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് ഇട്ടാ. ഞാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയ ആളാണ്. എനിക്കിപ്പോൾ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ് ഗായ്സ്. നിങ്ങൾക്കതൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ എനിക്കതൊരു വലിയ കാര്യമാണ്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കേണ്ട. കുട്ടമ്മൻ ബ്ലോഗർ ഫുഡ് അടിക്കുകയാണ് ഗൈസ് അല്ലേ? എങ്ങനെയുണ്ട് പോണ്ട? എങ്ങനെയുണ്ട് ഊട്ടിയിലെ പോണ്ട? ചായ കുടിയൊക്കെ പരിപാടി എന്താ അറിഞ്ഞൂടാ. ഇവിടുന്ന് ചിലപ്പോ ഇവിടുന്ന് 10 മണിക്ക് ഇറങ്ങണം. കഴിഞ്ഞിട്ട് എങ്ങാടാ പോണെന്ന് തിരിച്ചില്ല. എന്തായാലും എങ്ങാടായിരിക്കും പോണത്. എങ്ങാടായാലും നമ്മ അവിടെ അങ്ങോട്ട് പോയിക്കും. ഓക്കെ നമുക്ക് എങ്ങാടാ പോണെന്ന് നോക്കിയാൽ അവിടെ വെച്ച് കാണാം. ഓക്കെ ഗായ്സ് അപ്പൊ അവിടുന്ന് ചെക്ക് ചെയ്താൽ ഇറങ്ങിട്ടാ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് പരിപാടി എന്നുള്ള ഒരു പ്ലാനും ഇല്ല. എങ്ങാട് പോകുന്നുള്ള കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് എങ്ങാടാ പോണെന്ന് വെച്ചാല് പോണ ടൈമില് അതിന്റെ വിഷയമൊക്കെ നമുക്ക് കാണിക്കും. ഓക്കെ അപ്പൊ അവിടെ വെച്ച് കാണാം. ഓക്കെ ഗായ്സ് അപ്പൊ നിങ്ങൾക്ക് പലവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീണ്ടും വന്ന് ഈ ബസ് സ്റ്റാൻഡിന് അവിടെ നിൽക്കണേന്ന്. ഗായ്സ് ഞങ്ങില്ലേ ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ പോകാന്നുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നിട്ട് ഗായ്സ്. എന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒന്നുകൂടി സ്റ്റേ അടിച്ച് കാണാത്ത കുറെ സ്ഥലത്തും കൂടി പോയി കാണാന്നുള്ള പ്ലാനും ഉണ്ട് കേട്ടോ ഗായ്സ്. നമ്മതേ ഊട്ടിയിൽ ആദ്യം മനസ്സിലാവില്ല, ആദ്യം ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ വന്നേക്കണേട്ടാ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ബാംഗ്ലൂർ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ടി വരും. നമ്മ ബാംഗ്ലൂരിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്തായാലും ബാംഗ്ലൂർ പോകാൻ പറ്റൂല, കാരണം ബാംഗ്ലൂരിൽ പോകാൻ പറ്റും, ഇങ്ങനെ തിരിച്ചു വരാൻ പിന്നെ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെന്ന് ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, പോകണോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഗായ്സ്. ബാംഗ്ലൂർ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റായൊന്നുമില്ല കേട്ടോ ഗായ്സ്. ഫണ്ട് ഇഷ്യൂ കാരണം തന്നെയാണ് നമ്മ അത് വേണ്ടെന്ന് വെച്ചത്. കൂട്ടുകാരൻ യൂട്യൂബൊക്കെ നോക്കി പുതിയ സ്റ്റേ ഒക്കെ ഉണ്ടാകുന്ന വേണ്ടി നോക്കേണ്ട ഗായ്സ്. അവിടെ ആ ടൈമും കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ ഗായ്സ് ഇത് ഊട്ടിയിലുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാ. ഇവിടെ അങ്ങാടും പരതി അടക്കിയാണെന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഇതുമില്ലട്ടോ ഗായ്സ്. അപ്പൊ അവൻ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരു സ്റ്റേ സെറ്റ് ചെയ്യുന്നോണ്ടിരിക്കുകയാണ് അവിടെ.
ഇവിടെ അതിന്റെ ഒരു ടെൻഷൻ ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ തന്നെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ നേരെ ബസ് കളിച്ചവന്മാരാണ്. ഇത് ഇപ്പൊ നോക്കിയാൽ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ മറ്റവന്റെ മടി കയറി ബസ് കളിക്കുന്നത്. അതാണ് അതിന്റെ ഡെഡിക്കേഷൻ അല്ലേ. ബാബിയാണ് കളിക്കുന്നത്, ബാബിയും അതിനാനും. ഗൈസ് അതിനത് ഫൈനലി നമുക്ക് സ്റ്റേ കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മളിപ്പോ സ്റ്റേയിൽ നിൽക്കണം. സ്റ്റേ എന്ന് പറഞ്ഞാൽ ലോഡ്ജാണ് കേട്ടോ ഗൈസ്. അപ്പൊ മാക്സിമം നമുക്ക് ഇവിടെ തന്നെ നിന്ന് മാക്സിമം നമുക്ക് സ്ഥലമൊക്കെ കണ്ട് പൊളിക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാന്നുള്ള പ്ലാനാണ്. അപ്പൊ നമുക്ക് ഇനി പുറത്തേക്ക് പോകും. അവിടെ വെച്ചിട്ടുള്ള വിഷയമാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു വഴികളിലേക്ക് കയറി പോയേട്ടോ. ഊട്ടിയിൽ വല്ല ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നടക്കേണ്ട എല്ലാവരും കൂടി. അങ്ങനെ ഞങ്ങൾ അത് ഏതൊക്കെ വഴി കയറി പോകണ്ട, എവിടെ ചെന്ന് കയറുന്നുള്ളൊരു ഇതില്ല. പിന്നില്ല നമ്മിങ്ങനെ പോകണം. ഇത് മേളിൽ കുറെ വീടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊരു താല്പര്യം ഇതാണ് അവിടെ നിന്ന് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഏറ്റവും മേളിലെത്തോന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മ ഒന്ന് കയറി നോക്കണേ വെറുതെ എവിടെ ചെന്ന് കയറുമെന്ന് അറിയാൻ വേണ്ടി. അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് ഗൈസ്. കണ്ടിട്ട് നല്ല രസമുണ്ട്. കണ്ടിട്ട് നിങ്ങൾ കാണാറുണ്ടാവും ഊട്ടിയിൽ ചെല്ലുമ്പോൾ മേളിലേക്ക് ഭയങ്കര പൊക്കത്തേക്ക് വീടിരിക്കണം. അപ്പൊ അത് ഈ വഴി പോവാന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മ അതിൽ കൂടെ പോവേണ്ട ഗായ്സ്. അപ്പൊ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങാട് കയറിപ്പോയി കഴിഞ്ഞാൽ നല്ല സീൻ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മ മേളിൽ ചോദിച്ചപ്പോൾ വലിയ സീനൊന്നും ഇല്ലെന്നാണ് കേട്ടത്. അപ്പൊ നമ്മ അങ്ങോട്ട് നടന്ന് കയറേണ്ട. അപ്പൊ നല്ല വൈബുള്ള സ്ഥലമാണ്. കുറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നല്ല കയറ്റുണ്ട് കേട്ടോ മേളിലേക്ക്. അപ്പൊ അതെല്ലാം കയറുന്നത് കാണണ്ടല്ലോ. സ്റ്റെപ്പ് ഉണ്ട്, അത് ഫുള്ള് കയറണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റമാണ്, കുത്തനുള്ള കയറ്റമാണ് ഗായ്സ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഷെയ്ക്കും പിന്നെ മോർക്ക കറക്റ്റായിട്ട് കാണാത്ത ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. തന്നെ നടക്കുമ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് മോറ് കറക്റ്റായിട്ട് കിട്ടൂല. കാരണം നല്ല ഷെയ്ക്കിങ് വരുമ്പോഴുള്ള പ്രശ്നമുണ്ട് ഗായ്സ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. ഗൈസ് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഗൈസ്. നമ്മി ഇപ്പൊ ഈ കയറി വന്ന സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് അവരെല്ലാ ദിവസവും നല്ല ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ എല്ലാ ദിവസവും അടിയിന്ന് മേളിലേക്ക് കയറി വരും. എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ക്ലാസ് വിട്ടാലും വീട് ഏറ്റവും ടോപ്പിലാണ്ട് എത്തുമ്പോഴേക്കും നല്ല ടൈം ആവട്ടെ ഗൈസ്. അതൊരു ഭയങ്കര ഇതാണല്ലോ. എന്താണുള്ളത് എല്ലാ ദിവസവും ഇത്രയും ദൂരം നടന്ന് ക്ലാസ്സിൽ പോകണം. അതൊക്കെ ഒരു വല്ലാത്ത ഇതാണ്. അവർക്ക് പരിചയമാവും, വന്നാലും അതൊരു ഭയങ്കര ഇതല്ലേ അല്ലേ ഗൈസ്. സ്റ്റെപ്പ് വരുമ്പോ ചാവുന്നമ്മ വേണ്ട സ്റ്റെപ്പ് വേണ്ട ദേവച്ചമാരോട് എക്കത്തിരി ഒരു വിന്റേജ് മോഡലിൽ ചേതൊക്കെ ഇരിപ്പുണ്ടോ ഗായ്സ്. അപ്പൊ എങ്ങാട് പോകുന്നുള്ള ഇതില്ല. പോണത് എവിടെയെന്ന് വെച്ചാല് നമ്മ അവിടെ കാണിക്കും. ഓക്കെ പോണ വഴിക്കാണ്. ഇതിലെ ഒരു വഴി കാണുന്നുണ്ട്. എങ്ങാണോ പിന്നെ അങ്ങാടി നേറോന്നൊരു ബോധമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങാടി നിന്ന് കയറുമെന്നും നമുക്കൊരു ഇതില്ല. നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ എവിടത്തെ സ്ഥലം ഗായ്സ്. നമ്മത് കയറി പോണ്ടേ എങ്ങാട് പോവും എവിടെ എത്തുമെന്ന് ഒരു ഇതുമില്ലട്ടോ ഗായ്സ്. നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. എന്താണ് സ്ഥലം, എവിടെ ചെന്ന് കയറും, നല്ല പുതിയ പുതിയ സ്ഥലങ്ങളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോണേണ്ട ഗായ്സ്. ഒറ്റ മൈൻഡായിട്ടാണ് നേരെ പൊളിക്കുക. ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് വഴിയൊക്കെ എനിക്ക് ഓർമ്മയില്ല.
മണാളി ചേർത്താണ് ബാക്കിൽ തന്നെയുള്ള ഗായ്സ് പെട്ടെന്നാണ് കാലാവസ്ഥ മാറി നൈസായിട്ട് മഴ പെയ്യണ്ടിട്ട് ഇപ്പൊ ഗായ്സ് കേറിയത് ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട്. ആരാണത് മേളിലിരിക്കണ? മേളിലേക്ക് പോകുന്നുള്ള പ്ലാനുണ്ട്. ഇത് ഊട്ടിയിലെ ഏതോ ഒരു ഹിഡൻ സ്പോട്ടാണ്. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് പോണം. നമുക്ക് പോയോക്കാം. പോയിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം വ്യൂ ഉള്ള സ്പോട്ട് തന്നെയുണ്ട്. വ്യൂ അത്യാവശ്യം ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു സ്പോട്ടായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ദൂരിയുടെ വഴി കയറി ഇങ്ങനെ പോവേണ്ട, എങ്ങാടെയാണ് കയറുന്നതെന്ന് അറിഞ്ഞൂടാ. പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ഇങ്ങോട്ടാണോ? അത്യാവശ്യം കുറച്ച് വലിയ ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ. ഇതൊക്കെയുണ്ടോ? നമ്മ ഒന്നും ഭാഗം വെക്കണില്ല. ഓക്കെ, നമ്മൾ പോവുകയാണ് നേരെ പൊളിക്ക്. ഓക്കെ, എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇങ്ങനെ നടക്കണം. അതെ, ഓടിക്കണം. കുത്തനുള്ള ഏറ്റായിരിക്കണം. ഗായ്സ് പ്രേതോണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കി കണ്ട, ഇതിന് കൈ കാണില്ല. ഗായ്സ് നോക്കി, നമ്മളിപ്പോ വേറെ ഏതൊരു വില്ലേജിലെത്തിട്ടാ. അടി കാണാം. ഇപ്പൊ അതിന്റെ മേളിൽ കൂടി കയറി വന്നിട്ട് ഇപ്പൊ വേറെ ഏതോ കാട്ടിലാ നിക്കണത്. ഞങ്ങടെ പോണെന്നൊന്നും ഒരു നിശ്ചയില്ല. എവിടെയെങ്കിലും ചെന്ന് കയറുന്നു. മഴ അത്യാവശ്യം നല്ലോണം കൂടുതലുണ്ട്. കവർ ചെയ്യാൻ പറ്റും. ഇത്രയും ടോപ്പിലാണ് നിൽക്കുന്നത്. നോക്കി എന്താ, അത്യാവശ്യം ടോപ്പിലാണ്. ഞാനേ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചിട്ടോ. നോക്കി വേണ്ട, കുത്തനെ ഇറക്കോണ്ട് ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടൂല. ലെയറാണ്. അത് കാണാൻ ഊട്ടിയാണ്ടോ? ഇത് ഊട്ടി തന്നെയുണ്ടോ? പക്ഷെ ഇതിൻ്റെ ഇത് നോക്കിയാൽ ഞങ്ങൾ ഇത്രയും പൊക്കത്താണ് നിൽക്കണപ്പ. നേരത്തെ നിങ്ങളെ കാണിച്ചിട്ട് ഒരു പൊക്കത്തേക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ കീറി വന്നിട്ടാ. നോക്കി, ഇതൊക്കെ വൈബാക്കിയാണ്. അങ്ങനെ വാങ്ങിക്കാനോ ഐസ്ക്രീം എടുത്തേ ചീത്താണ്.
ഗായ്സ് അപ്പൊ കുറെ നേരം നടന്ന് ഇതായപ്പോ അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കണേട്ടാ. അപ്പൊ എല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഗായ്സ് ഇവിടെ പൊറോട്ടക്കൊക്കെ 50 രൂപ, 2 പൊറോട്ടക്ക് 50 രൂപ, ഇഡ്ഡലി 4 50 രൂപ, 2 ദോശക്ക് 50 രൂപ. ഇവിടെ മൈദപ്പൊടിക്കൊക്കെ ലഭ്യത കുറവാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇത്രയും പൈസ കേട്ടാ. ഒരു മൈദപ്പൊടി കച്ചവടം കൂടെ തുടങ്ങുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും കേട്ടോ. കാരണം കണ്ടില്ലേ, ലഭ്യത കുറവാണെന്നാണ് അവർ പറയണത്. ഗായ്സ് നമ്മൾ ചായ കുടിച്ചേണ്ടി ഇനിയും മേളിലേക്കും പോകണ്ടിട്ടാ. അപ്പൊ അതേ ചായ കുടിച്ച് ഇനി മേളിൽ വെച്ച് കാണാം. ഓക്കെ ഉണ്ടാ മേളിലേക്ക് തന്നെ പോയണ്ട. മേളിൽ നോക്കി എൻ്റെ ഇവിടെ ഏറ്റവും ടോപ്പാണ്. നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ഊട്ടിയാണേ. നല്ല വൈബാണ്, നല്ല മഴയുണ്ട്. അതാണൊരു പ്രശ്നം. മഴ പിന്നെ മേളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മ ചിലപ്പോ മഴയാണ അല്ലെങ്കിൽ എന്തൊന്നും മനസ്സിലാവുള്ളൂ കേട്ടാ. വെള്ളം വീണ്ടുണ്ട്. ഓക്കെ ഇപ്പൊ വേറൊരു പൊക്കത്തേക്ക് എടുക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ചായ കുടിച്ച് കഴിഞ്ഞ സ്ഥലത്തുനിന്ന് വേറൊരു ഇത്തിരി കൂടെ പൊക്കം. അപ്പൊ അങ്ങാട് വീട് നോക്കിയാണ് വെറുതെ. നമ്മ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അതിൻ്റെയൊക്കെ ടോപ്പ് ഹൈറ്റിന് നമ്മ എത്തിയിട്ടുണ്ട്. ഓക്കെ പൊളിക്കാം. ഓക്കെ നല്ല മഴ വീണ്ടുണ്ട്, നല്ല വീട് എന്താ മഴ വീണ്ടുണ്ട്. എന്നാലും നമ്മ വക വെക്കണം പോണി. അടുത്ത ഷൂട്ട് കാണാം. ഓക്കെ ഗായ്സ് അപ്പൊ നമ്മ തിരിച്ചു വന്നിട്ടിരുന്നു. പക്ഷേ വന്നപ്പോ എന്തായാലും വിചാരിക്കും എന്തായാലും ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ, ഉറപ്പാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഫുള്ള് കയറും. കാണിച്ചരാ, കുറച്ചും കൂടെ ഉള്ളൂ. ഏറ്റവും ടോപ്പിലാണ്ടോ നമ്മ നിക്കണത്. ഇനി അങ്ങോട്ട് കാടാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ അതെ, അവന്മാരവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ കയറിക്കൊണ്ടിരിക്കണ്ടോ? ഓക്കെ ഇല്ല വെയിറ്റ്. നമ്മ കയറിക്കൊണ്ടിരിക്കുകയാണ്. സീനൊക്കെ ഉണ്ടെന്നാ തോന്നണേട്ടാ. അപ്പൊ നമ്മൾ ചിലപ്പോ ഇവിടെ വെച്ച് നിർത്തുവോ. ഞങ്ങളുടെ പോരി തിരുന്ന് കണ്ണു നോക്കി നല്ല കാടാണ്. ആനയുണ്ട്, പന്നി കാട്ടുപോത്ത്, പന്നിയൊക്കെ ഉണ്ടെന്നാ പറയണം. അപ്പൊ സീനായിരിക്കും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോരി ഇവിടെ വെച്ച് നിർത്തും. കാണിച്ചത് ഗായ്സ്. അപ്പൊ അപ്പുറത്ത് കൂടി പോകാൻ പറ്റൂലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇപ്പുറത്ത് കൂടി ഇവിടെ വേറൊരു വഴി കാണുന്നുണ്ട്. അപ്പൊ ആ വഴി പോവാന്ന് വിചാരിച്ചു.